ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരപ്പേരിയാണ്. ഈ ചീരപ്പേരി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇനി നമുക്ക് ചീരപ്പേരി തയ്യാറാക്കാം. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടിലുണ്ടായ ചീര കൊണ്ടുള്ളൊരു ഇതാണ് ഉണ്ടാക്കുന്നത്, തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതാദ്യം നമുക്ക് ഈ ചീര കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കിയ ചീരയാണ്. നല്ലപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വൃത്തിയാക്കി വെച്ച ചീരയാണ്. എല്ലാം കട്ട് ചെയ്തിട്ടെടുക്കാം. ചെറിയ മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വലിയ മുളക് എടുത്താലും മതി. പിന്നെ 2 ഉണ വെളുത്തുള്ളി, ചീര, സവാള മീഡിയം സൈസിൽ ചെറുതൊന്ന്, തേങ്ങ. ഇതൊക്കെ കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് സവാള കട്ട് ചെയ്യാം. ഒരു ചാറെടുത്ത് ചാറെടുക്കുക. അതിലോട്ട് തേങ്ങ ചേർക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് ചതക്കിയെടുക്കുക. അപ്പോൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലോട്ട് സവാള ഇട്ട് വഴറ്റിയെടുക്കുക. ഇതുപോലെ വഴണ്ടി വന്നതിന് ശേഷം അധികമൊന്നും ആവണ്ട. ഇനി ചീര ഒട്ടും വെള്ളം ചേർക്കരുത്, ഇതിന് വെള്ളം ഉണ്ടാവും. ചതച്ച് വെച്ച് തേങ്ങ ഒട്ട് നന്നാക്കി മിക്സ് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പുണ്ടാകും നോക്കണം, കാരണം നമ്മൾ സവാളയിൽ ഉപ്പിട്ടതാണ്. ഇതാണ് ചീര. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ചാൽ ഇത് വെള്ളം കൊണ്ടുവെക്കും. വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഇനി ഇത് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കാം. ഞാൻ ഉപ്പ് കുറവായത് കൊണ്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഈ ചീരപ്പേരി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.